പി എസ് സി സ്കോറിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. കേരള പി എസ് സി നടത്തിയ 107/2025 എന്ന ചോദ്യക്കടലാസിലെ ഒരു ചോദ്യവും അതിൻ്റെ അനുബന്ധ വസ്തുതകളുമാണ് ഇന്നത്തെ ക്ലാസ്സിൽ സംസാരിക്കുന്നത്. ചോദ്യം ഇതാണ്: ആദ്യമായി ജ്ഞാനപീഠ അവാർഡ് നേടിയ കേരളീയൻ ആര് എന്നുള്ളതാണ് ചോദ്യം. ആദ്യമായി ജ്ഞാനപീഠം അവാർഡ് നേടിയ കേരളീയൻ ആര്? ഓപ്ഷൻ എ എം ഡി വാസുദേവൻ നായർ, ഓപ്ഷൻ ബി ജി ശങ്കരക്കുറുപ്പ്, ഓപ്ഷൻ സി എസ് കെ പൊറ്റക്കാട്, ഓപ്ഷൻ ഡി പൊൻകുന്നം വർക്കി. ആദ്യമായി ജ്ഞാനപീഠം അവാർഡ് നേടിയ കേരളീയൻ എന്ന് പറയുന്നത് ജി ശങ്കരക്കുറുപ്പാണ്. ആദ്യമായി ജ്ഞാനപീഠം അവാർഡ് നേടിയ കേരളീയൻ ജി ശങ്കരക്കുറുപ്പ്. ഉത്തരം ബി, ഓപ്ഷൻ ബി, ജി ശങ്കരക്കുറുപ്പ് എന്നതാണ് ശരിയായിട്ടുള്ള ഉത്തരം. ജ്ഞാനപീഠം ലഭിച്ച മലയാളികൾ, ലഭിച്ച വർഷം, ഏത് കൃതിക്കാണ് ലഭിച്ചത് തുടങ്ങിയ കാര്യങ്ങളാണ് നമ്മൾ അടുത്ത് സംസാരിക്കുന്നത്. ആദ്യമായി ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ചത് 1965 ജി ശങ്കരക്കുറുപ്പിനാണ്. പ്രഥമ ജ്ഞാനപീഠ പുരസ്കാര ജേതാവ് ജി ശങ്കരക്കുറുപ്പാണ്. അദ്ദേഹത്തിൻ്റെ ഓടക്കുഴൽ എന്ന കൃതിക്കാണ് ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ചത്. ജി ശങ്കരക്കുറുപ്പിൻ്റെ ഓടക്കുഴൽ എന്ന കൃതിക്കാണ് 1965 ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ചത്. അപ്പോൾ പ്രഥമ ജ്ഞാനപീഠ പുരസ്കാര ജേതാവ്, മലയാളിയായിട്ടുള്ള ജ്ഞാനപീഠ പുരസ്കാര ജേതാവാണ് ജി ശങ്കരക്കുറുപ്പ്. അദ്ദേഹത്തിൻ്റെ ഓടക്കുഴൽ എന്ന കൃതിക്കാണ് പുരസ്കാരം ലഭിച്ചത്. രണ്ടാമത്തെ ആൾ 1980 പുരസ്കാരം ലഭിച്ചു എസ് കെ പൊറ്റക്കാട്. എസ് കെ പൊറ്റക്കാടിൻ്റെ ഒരു ദേശത്തിൻ്റെ കഥ എന്ന കൃതിക്കാണ് പുരസ്കാരം ലഭിച്ചത്. ഒരു ദേശത്തിൻ്റെ കഥ. എസ് കെ പൊറ്റക്കാടിൻ്റെ ഒരു ദേശത്തിൻ്റെ കഥ എന്ന കൃതിക്ക് 1980 പുരസ്കാരം ലഭിച്ചു. ആദ്യത്തെ പുരസ്കാരം 1965 ജി ശങ്കരക്കുറുപ്പ് ഓടക്കുഴൽ. രണ്ടാമത്തത് 1980 എസ് കെ പൊറ്റക്കാട് ഒരു ദേശത്തിൻ്റെ കഥ. മൂന്നാമത്തെ പുരസ്കാരം 1984 തകഴി ശിവശങ്കര പിള്ളയ്ക്കാണ് ലഭിച്ചത്. മൂന്നാമത്തെ പുരസ്കാരം ലഭിച്ചത് തകഴി ശിവശങ്കര പിള്ളയ്ക്കാണ്. സമഗ്ര സംഭാവനയ്ക്കാണ് പുരസ്കാരം ലഭിച്ചത്. നാലാമത്തത് 1995 എം ഡി വാസുദേവൻ നായർക്ക്, നാലാമത്തെ മലയാളിക്ക് ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ചു. നാലാമത്തെ മലയാളിയാണ് എം ഡി വാസുദേവൻ നായർ. അദ്ദേഹത്തിനും സമഗ്ര സംഭാവനയ്ക്കാണ് പുരസ്കാരം ലഭിച്ചത്. അഞ്ചാമത്തെ ആൾ 2007 ഒ എൻ വി കുറുപ്പ്. അഞ്ചാമത്തെ ജ്ഞാനപീഠ പുരസ്കാര ജേതാവ് 2007 ഒ എൻ വി കുറുപ്പാണ്. അഞ്ചാമത്തെ ജ്ഞാനപീഠ പുരസ്കാര ജേതാവായിട്ടുള്ള മലയാളി ഒ എൻ വി കുറുപ്പ്. 2007 ഒ എൻ വി കുറുപ്പിന് പുരസ്കാരം ലഭിക്കുന്നു. ഒ എൻ വി കുറുപ്പിന് പുരസ്കാരം ലഭിച്ചതും സമഗ്ര സംഭാവനയ്ക്കാണ് എന്നുള്ളതാണ് പഠിക്കുവാൻ എളുപ്പമായിട്ടുള്ളൊരു കാര്യം. 2019 ആണ് അതിനുശേഷം പുരസ്കാരം ലഭിക്കുന്നത്. 2019 അക്കിത്തം അച്യുതൻ നമ്പൂതിരിക്കാണ് 2019 പുരസ്കാരം ലഭിച്ചത്. സമഗ്ര സംഭാവനയ്ക്കാണ് പുരസ്കാരം ലഭിച്ചത്. ഇത്രയുമാണ് ജ്ഞാനപീഠ പുരസ്കാരം നേടിയ മലയാളികൾ എന്ന് പറയുന്ന ഭാഗത്ത് വരുന്നത്. 1965 ഒന്നാമത്തെ ആൾ. രണ്ടാമത്തെ ആളിന് ലഭിക്കുന്ന 1980 മൂന്നാമത്തെ ആളിന് ലഭിക്കുന്നത് 84 നാലാമത്തെ ആളിന് ലഭിക്കുന്നത് 95 അഞ്ചാമത്തെ ആളിന് ലഭിക്കുന്നത് 2007 ആറാമത്തെ ആളിന് ലഭിക്കുന്നത് 2019 ഇതാണ് ജ്ഞാനപീഠം നേടിയ മലയാളികൾ. ജി ശങ്കരക്കുറുപ്പിന് ലഭിച്ചത് ഓടക്കുഴൽ എന്ന കൃതിക്കാണ്. എസ് കെ പൊറ്റക്കാടിന് ലഭിച്ചത് ഒരു ദേശത്തിൻ്റെ കഥ എന്ന കൃതിക്കാണ്. ശിവശങ്കരപിള്ള, വാസുദേവൻ നായർ, ഒ എൻ വി കുറുപ്പ്, അക്കിത്ത് അച്യുത നമ്പൂതിരി തുടങ്ങിയവർക്ക് സമഗ്ര സംഭാവനയ്ക്കാണ് പുരസ്കാരം ലഭിച്ചത്. ഇനി നമ്മളതിനകത്ത് ജി ശങ്കരക്കുറുപ്പിനെ പറ്റി വളരെ കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ജി ശങ്കരക്കുറുപ്പിനെ പറ്റിയാണ് ആദ്യം സംസാരിക്കുന്നത്. അദ്ദേഹം 1901 ജൂൺ 3 കാലടിക്കടുത്ത് നായത്തോടെന്ന ഗ്രാമത്തിലാണ് ജനിച്ചത്. ജി ശങ്കരക്കുറുപ്പ് 1901 കാലടിക്കടുത്ത് നായത്തോടെന്ന ഗ്രാമത്തിലാണ് ജനിച്ചത്. അദ്ദേഹത്തിന് കേരള സാഹിത്യ അക്കാദമി അവാർഡ്, കേരള സാഹിത്യ അക്കാദമി പ്രസിഡന്റ് സ്ഥാനം ലഭിച്ചിട്ടുണ്ട്. കേന്ദ്ര സാഹിത്യ അക്കാദമി പ്രസിഡന്റ് സ്ഥാനം എന്നീ സ്ഥാനങ്ങളിലെല്ലാം അദ്ദേഹം സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട് എന്ന് മനസ്സിലാക്കുക. ജി ശങ്കരക്കുറുപ്പ് 1901 ജനിച്ചത്. ജി ശങ്കരക്കുറുപ്പ് ജനിക്കുന്നത് 1901 1901 ജൂൺ 3 കാലടിക്കടുത്ത് നായത്തോടെന്ന ഗ്രാമത്തിലാണ് ജനിച്ചത്. കേരള സാഹിത്യ അക്കാദമിയുടെ പ്രസിഡന്റായിരുന്നു, കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ പ്രസിഡന്റ് തുടങ്ങിയ സ്ഥാനങ്ങൾ അദ്ദേഹം സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട്. ഇനി 1965 അദ്ദേഹത്തിൻ്റെ ഓടക്കുഴൽ എന്ന കൃതിക്ക് ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ചത്. നമ്മൾ തൊട്ട് മുൻപ് സംസാരിച്ചതാണത്. ജി ശങ്കരക്കുറുപ്പിൻ്റെ ഓടക്കുഴൽ എന്ന കൃതിക്ക് ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ചത് 1965 അദ്ദേഹത്തിൻ്റെ ആത്മകഥ ഓർമ്മയുടെ, ജി ശങ്കരക്കുറുപ്പിൻ്റെ ആത്മകഥ എന്ന് പറയുന്നത് ഓർമ്മയുടെ, ജി ശങ്കരക്കുറുപ്പിൻ്റെ
ആത്മകഥയാണ് നമ്മൾ പറയുന്നത്. ഓർമ്മയുടെ ഓളങ്ങളിൽ എന്നുള്ളതാണ് ജി ശങ്കരക്കുറുപ്പിൻ്റെ ആത്മകഥ. ഓർമ്മയുടെ ഓളങ്ങളിൽ എന്നുള്ളത് ജി ശങ്കരക്കുറുപ്പിൻ്റെ ആത്മകഥയാണ്. ഓർമ്മയുടെ ഓളങ്ങളിൽ ജി ശങ്കരക്കുറുപ്പിൻ്റെ ആത്മകഥയാണ് ഓർമ്മയുടെ ഓളങ്ങളിൽ എന്ന് പറയുന്നത്. ഇനി അദ്ദേഹത്തിൻ്റെ കൃതികളാണ് പറയുന്നത്. ജി ശങ്കരക്കുറുപ്പിൻ്റെ പ്രധാനപ്പെട്ട കൃതികളാണ് നമ്മൾ സംസാരിക്കുന്നത്. പരീക്ഷയ്ക്ക് ശങ്കരക്കുറുപ്പിൻ്റെ കൃതികൾ ചോദിച്ച് വരുന്നുണ്ട്. സാധാരണഗതിയിൽ ജി ശങ്കരക്കുറുപ്പിൻ്റെ കൃതികൾ പരീക്ഷയ്ക്ക് ചോദിച്ചു വരുന്നുണ്ട്. അദ്ദേഹത്തിന് വളരെ പ്രധാനപ്പെട്ട ഒരു കൃതിയാണ് സൂര്യകാന്തി. വളരെ എളുപ്പമാണ് പഠിക്കാൻ. സൂര്യകാന്തി ജി ശങ്കരക്കുറുപ്പിൻ്റെ ഒരു കൃതിയാണ് സൂര്യകാന്തി. രണ്ടാമത്തെ കൃതിയാണ് പഥികൻ്റെ പാട്ട്. അപ്പോൾ സൂര്യകാന്തി, പഥികൻ്റെ പാട്ട്. അടുത്തത് രത്നാവലി അദ്ദേഹത്തിൻ്റെ മറ്റൊരു കൃതിയാണ്. സൂര്യകാന്തി, പഥികൻ്റെ പാട്ട്, രത്നാവലി, നെക്സ്റ്റ് വിശ്വദർശനം. അദ്ദേഹത്തിൻ്റെ ഒരു കൃതിയാണ് വിശ്വദർശനം എന്ന് പറയുന്നത്. വിശ്വദർശനം. നെക്സ്റ്റ് സ്വപ്നസൗധം. അദ്ദേഹത്തിൻ്റെ ഒരു കൃതിയാണ് സ്വപ്നസൗധം. മറ്റൊന്ന് പൂജാപുഷ്പം. ഈ പറഞ്ഞിരിക്കുന്ന 1, 2, 3, 4, 5, 6 കൃതികൾ. ഈ 6 കൃതികൾ ആദ്യം അങ്ങ് പഠിക്കുക. അതായത് സൂര്യകാന്തി, പഥികൻ്റെ പാട്ട്, രത്നാവലി, വിശ്വദർശനം, സ്വപ്നസൗധം, പൂജാപുഷ്പം. ജി ശങ്കരക്കുറുപ്പ് എന്ന പേര് കേൾക്കുമ്പോൾ ഇത്രയും കൃതികൾ ഓർമ്മയിലേക്ക് വരണം. അതായത് സൂര്യകാന്തി, പഥികൻ്റെ പാട്ട്, രത്നാവലി, വിശ്വദർശനം, സ്വപ്നസൗധം, പൂജാപുഷ്പം. ഇനി ടാഗോറിൻ്റെ ഗീതാഞ്ജലി എന്ന പേരിൽ മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്തത് ജി ശങ്കരക്കുറുപ്പാണ്. അപ്പോൾ ഗീതാഞ്ജലി എന്ന് പറയുന്ന ഒരു കൃതി പഠിക്കണം. ടാഗോറിന് ഗീതാഞ്ജലി എന്ന കൃതി എഴുതിയതിന് 1913 സാഹിത്യത്തിന് നോബൽ സമ്മാനം ലഭിച്ചു. സാഹിത്യത്തിന് നോബൽ സമ്മാനം ലഭിക്കുന്ന ആദ്യത്തെ ഏഷ്യക്കാരൻ ആര് എന്ന് ചോദിച്ചാലും, സാഹിത്യത്തിന് നോബൽ സമ്മാനം ലഭിക്കുന്ന ആദ്യത്തെ ഇന്ത്യക്കാരൻ ആരെന്ന് ചോദിച്ചാലും ഉത്തരം ടാഗോറാണ്. ടാഗോറിൻ്റെ ഗീതാഞ്ജലി മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്ത ആരെന്ന് ചോദിച്ചാൽ, ടാഗോറിൻ്റെ ഗീതാഞ്ജലി മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്ത ആരെന്ന് ചോദിക്കുകയാണെങ്കിൽ അത് ജി ശങ്കരക്കുറുപ്പാണ്. ഏത് പേരിൽ? ഗീതാഞ്ജലി എന്ന പേരിൽ തന്നെയാണ്. അതായത് മറ്റൊരു കൃതിയാണ് ജീവന സംഗീതം. മറ്റൊന്ന് ഓലപ്പീപ്പി. ജി ശങ്കരക്കുറുപ്പിൻ്റെ ഗീതാഞ്ജലി, ജീവന സംഗീതം, ഓലപ്പീപ്പി, വിലാസലഹരി വളരെ പ്രധാനപ്പെട്ടാണ്. ഇത്തരത്തിലുള്ള പേരുകളൊക്കെ കേൾക്കുമ്പോൾ വിലാസലഹരി എന്ന എഴുതിയാരെന്ന് ചോദിക്കുമ്പോൾ സാധാരണ നമുക്ക് ശങ്കരാചാര്യരെയോ ശ്രീനാരായണ ഗുരുവിനെയൊക്കെയാണ് ഓർമ്മ വരേണ്ടത്. പക്ഷേ വിലാസലഹരി എഴുതിയത് ജി ശങ്കരക്കുറുപ്പാണ്. അടുത്ത വനഗായകൻ. ഈ ആദ്യത്തെ ഭാഗത്ത് നമ്മൾ 6 കൃതികളാണ് പറഞ്ഞത്. സൂര്യകാന്തി, പഥികൻ്റെ പാട്ട്, രത്നാവലി, വിശ്വദർശനം, സ്വപ്നസൗധം, പൂജാപുഷ്പം. ഇവിടെ നമ്മൾ 5 പറയുന്നത്. ഗീതാഞ്ജലി, ജീവന സംഗീതം, ഓലപ്പീപ്പി, വിലാസലഹരി, വനഗായകൻ. ഇത്രയും ജി ശങ്കരക്കുറുപ്പ് എഴുതി. ഇനി അടുത്ത് കുറച്ച് കൃതികൾ കൂടിയുണ്ട്, അതും കൂടി നമുക്കങ്ങ് പഠിക്കാം. ഓടക്കുഴൽ നമ്മൾ സംസാരിച്ചതാണ്. ഓടക്കുഴലിനാണല്ലോ അദ്ദേഹത്തിന് ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ചത്. അടുത്തൊന്ന് മധുരം, സൗമ്യം, ദീപ്തം. ഓടക്കുഴലിന് ശേഷം പഠിക്കുക മധുരം, സൗമ്യം, ദീപ്തം. അടുത്തത് ചെങ്കതിരുകൾ. ജി ശങ്കരക്കുറുപ്പിൻ്റെ കൃതിയാണ് ചെങ്കതിരുകൾ. നെക്സ്റ്റ് നിമിഷം. അടുത്തത് മുത്തുകൾ. അപ്പോൾ ഏതാണ്ട് 15-17 കൃതികൾ ഇതിനകത്ത് ഉൾപ്പെട്ടിട്ടുണ്ട്. ഓടക്കുഴൽ, മധുരം, സൗമ്യം, ദീപ്തം, ചെങ്കതിരുകൾ, നിമിഷം, മുത്തുകൾ. ഇത് എല്ലാം കാണാതെ പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഈ കൃതികളൊക്കെ ഇങ്ങനെ ചോദ്യക്കടലാസിൽ കാണുമ്പോൾ ആരാണ് എഴുതിയതെന്നുള്ളൊരു ഓർമ്മ നമുക്ക് ഉണ്ടായിരുന്നാൽ മതിയാവും. ഇനി ഇദ്ദേഹം 1968 മുതൽ 72 വരെ രാജ്യസഭ അംഗമായിരുന്നു എന്ന് പഠിക്കണം. ജി ശങ്കരക്കുറുപ്പ് 1968 മുതൽ 72 വരെ രാജ്യസഭ അംഗമായിരുന്നു. ടാഗോറിൻ്റെ ഗീതാഞ്ജലി അതേ പേരിൽ മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തി. അതാണ് നമ്മൾ നേരത്തെ പറഞ്ഞത്. ടാഗോറിൻ്റെ ഗീതാഞ്ജലി അതേ പേരിൽ മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തി. പിന്നെ കാളിദാസൻ്റെ മേഘസന്ദേശം മേഘദൂത് എന്ന പേരിൽ മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തി. കാളിദാസൻ്റെ മേഘസന്ദേശം ഇദ്ദേഹം മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തിയപ്പോൾ സ്വീകരിച്ച പേരാണ് മേഘദൂത്. കാളിദാസൻ്റെ മേഘസന്ദേശം എന്ന കൃതി മേഘദൂത് എന്ന പേരിൽ മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തിയത് ജി ശങ്കരക്കുറുപ്പാണ്. നമ്മളടുത്ത് സംസാരിക്കുന്നത് എസ് കെ പൊറ്റക്കാടിനെ കുറിച്ചാണ്. എസ് കെ പൊറ്റക്കാട് ഒരു ദേശത്തിൻ്റെ കഥ എഴുതിയത് 1971 വളരെ പ്രധാനപ്പെട്ടത്. 1971 എസ് കെ പൊറ്റക്കാട് ഒരു ദേശത്തിൻ്റെ കഥ എഴുതിയത്. 1971 ഇന്ദിരാഗാന്ധിക്ക്
ഭാരതരത്ന പുരസ്കാരം ലഭിച്ചു. 1971 ഇന്ദിരാഗാന്ധിക്ക് ഭാരതരത്ന പുരസ്കാരം ലഭിച്ചു. ഭാരതരത്ന പുരസ്കാരം ലഭിക്കുന്ന ആദ്യത്തെ വനിത ഇന്ദിരാഗാന്ധിയാണ്. ഭാരതരത്ന പുരസ്കാരം ലഭിക്കുന്ന ആദ്യത്തെ വനിത ഇന്ദിരാഗാന്ധിയാണ്. 1971 ഇന്ദിരാഗാന്ധിക്ക് ഭാരതരത്ന പുരസ്കാരം ലഭിച്ചത്. നമുക്ക് 1971 തിരിച്ചു വയ്ക്കാം. 1971 തിരിച്ചു വയ്ക്കുമ്പോൾ 1917 ആവും. ഈ 1917 ആര്? ഇന്ദിരാഗാന്ധി ജനിച്ചത്. മനസ്സിലായി? എസ് കെ പൊറ്റക്കാട് ഒരു ദേശത്തിൻ്റെ കഥ രചിച്ചത് 1971 ആ 71 ഇന്ദിരാഗാന്ധിക്ക് ഭാരതരത്ന പുരസ്കാരം ലഭിച്ചത്. 71 തിരിച്ചു വയ്ക്കുമ്പോൾ 17 ആവും. 17 ഇന്ദിരാഗാന്ധി ജനിച്ചത്. 1917 ഇന്ദിരാഗാന്ധി ജനിച്ചത്. ഇനി ഈ എസ് കെ പൊറ്റക്കാടിൻ്റെ യഥാർത്ഥ പേര് ശങ്കരൻകുട്ടി എന്നാണ്. 1961 കേരള സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ചു ഇദ്ദേഹത്തിന്. ആ അവാർഡ് ലഭിച്ച ഒരു കൃതിയാണ് ഒരു തെരുവിൻ്റെ കഥ. ഒരു തെരുവിൻ്റെ കഥ എന്ന കൃതിക്ക് 1961 കേരള സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ചു. കോഴിക്കോട് മിഠായി തെരുവാണ് ഈ കഥാപശ്ചാത്തലം. കോഴിക്കോട് മിഠായി തെരുവ്, ഒരു തെരുവിൻ്റെ കഥ എന്ന കഥയുടെ പശ്ചാത്തലം എന്ന് പറയുന്നത് കോഴിക്കോട് മിഠായി തെരുവാണ്. ഇദ്ദേഹത്തിൻ്റെ ആദ്യ നോവലാണ് നാടൻ പ്രേമം. വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ്. ഈ എസ് കെ പൊറ്റക്കാട് എഴുതിയ ആദ്യത്തെ നോവലിൻ്റെ പേരാണ് നാടൻ പ്രേമം. നാടൻ പ്രേമം എഴുതിയത് എസ് കെ പൊറ്റക്കാട്. നാടൻ പ്രേമം. അതേസമയത്ത് പ്രേമലേഖനം എഴുതിയ ആരെന്നൊരു ചോദ്യമുണ്ട്. പ്രേമലേഖനം എഴുതിയ ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ബഷീറാണ്. വൈക്കം മുഹമ്മദ് ബഷീറാണ് പ്രേമലേഖനം എഴുതിയത്. നാടൻ പ്രേമം എസ് കെ പൊറ്റക്കാടിൻ്റെ ആദ്യത്തെ നോവലാണ്. അദ്ദേഹത്തിൻ്റെ രണ്ടാമത്തെ നോവൽ ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് വിഷകന്യകയാണ്. എസ് കെ പൊറ്റക്കാടിൻ്റെ രണ്ടാമത്തെ നോവൽ വിഷകന്യക. അതായത് വയനാട്ടിലേക്കുള്ള കുടിയേറ്റം പശ്ചാത്തലമാക്കി എഴുതിയ എസ് കെ പൊറ്റക്കാട് എഴുതിയ കൃതിയാണ് വിഷകന്യക എന്ന് പറയുന്നത്. വയനാട്ടിലേക്കുള്ള കുടിയേറ്റം പശ്ചാത്തലമാക്കി എസ് കെ പൊറ്റക്കാട് എഴുതിയ നോവലാണ് വിഷകന്യക. ആദ്യ നോവൽ ചോദിക്കുകയാണെങ്കിൽ അത് നാടൻ പ്രേമം, രണ്ടാമത്തെ നോവലാണ് ചോദിക്കുന്നതെങ്കിൽ അത് വിഷകന്യകയാണ്. നെക്സ്റ്റ്, എസ് കെ പൊറ്റക്കാട് നമ്മൾ പറഞ്ഞത് വയനാട്ടിലേക്കുള്ള കുടിയേറ്റം പശ്ചാത്തലമാക്കിയുള്ള നോവലാണ് വിഷകന്യക എന്ന് പറഞ്ഞു. മലയാളത്തിൽ ഏറ്റവും കൂടുതൽ സഞ്ചാര സാഹിത്യ കൃതികൾ രചിച്ചത് എസ് കെ പൊറ്റക്കാടാണ്. മറ്റധികം സഞ്ചാര സാഹിത്യകാരന്മാരെ നമുക്ക് പരിചിതവും ഇല്ല എന്ന് വേണമെങ്കിൽ പറയാം. മലയാളത്തിൽ ഏറ്റവും കൂടുതൽ സഞ്ചാര സാഹിത്യ കൃതികൾ രചിച്ച ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എസ് കെ പൊറ്റക്കാട്. എസ് കെ പൊറ്റക്കാടിൻ്റെ തൂലിക നാമമാണ് അരുണൻ. വളരെ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ. എസ് കെ പൊറ്റക്കാടിൻ്റെ തൂലിക നാമം അരുണൻ എന്നാണ്. അതുപോലെ ഒരു ദേശത്തിൻ്റെ കഥ എന്ന് പറയുന്ന കൃതി ടെയിൽ ഓഫ് അതിരാണിപ്പാടം എന്ന പേരിൽ ഇംഗ്ലീഷിലേക്ക് പരിഭാഷപ്പെടുത്തി അദ്ദേഹം തന്നെ. ഒരു ദേശത്തിൻ്റെ കഥ ടെയിൽ ഓഫ് അതിരാണിപ്പാടം എന്ന പേരിൽ ഇംഗ്ലീഷിലേക്ക് പരിഭാഷപ്പെടുത്തിയതാരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എസ് കെ പൊറ്റക്കാട് തന്നെയാണ് അത് ഇംഗ്ലീഷിലേക്ക് പരിഭാഷപ്പെടുത്തിയത്. ഒരു ദേശത്തിൻ്റെ കഥ എന്ന് പറയുന്ന കൃതിയെ ടെയിൽ ഓഫ് അതിരാണിപ്പാടം എന്ന പേരിൽ അത് ഇംഗ്ലീഷിലേക്ക് പരിഭാഷപ്പെടുത്തി. ഇനി എസ് കെ പൊറ്റക്കാടിൻ്റെ കൃതികളാണ് പറയാൻ പോകുന്നത്. അത് വളരെ വളരെ എളുപ്പമാണ്. നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഒന്നാമത്തെ ഒരു ദേശത്തിൻ്റെ കഥ. ഞാൻ ആവർത്തിച്ച് നിങ്ങൾക്ക് ബോറടിക്കും. ഒരു ദേശത്തിൻ്റെ കഥ പഠിക്കുന്ന ഏതൊരാളും അതിൻ്റെ കൂടെ പറയുന്നതാണ് ഒരു തെരുവിൻ്റെ കഥ. ഒരു ദേശത്തിൻ്റെ കഥ അതിനോടൊപ്പം പഠിക്കേണ്ടതാണ് ഒരു തെരുവിൻ്റെ കഥ. ഇത് രണ്ടും ഒരു സെറ്റായിട്ട് പഠിക്കണം. ഒരു ദേശത്തിൻ്റെ കഥ, ഒരു തെരുവിൻ്റെ കഥ. സിംഹഭൂമി, അദ്ദേഹത്തിൻ്റെ ഒരു കൃതിയാണ് സിംഹഭൂമി. മറ്റൊരു കൃതിയുടെ പേരാണ് ബാലിദ്വീപ്. സിംഹഭൂമി, ബാലിദ്വീപ്, കുരുമുളക്, സ്ത്രീ, മൂടുപടം. ഇത്രയും കൃതികൾ. ഒരു ദേശത്തിൻ്റെ കഥ, ഒരു തെരുവിൻ്റെ കഥ, സിംഹഭൂമി, ബാലിദ്വീപ്, കുരുമുളക്, സ്ത്രീ, മൂടുപടം. ഇതെല്ലാം എഴുതിയത് എസ് കെ പൊറ്റക്കാടാണ്. ഒരു ദേശത്തിൻ്റെ കഥ, ഒരു തെരുവിൻ്റെ കഥ, സിംഹഭൂമി, ബാലിദ്വീപ്, കുരുമുളക്, സ്ത്രീ, മൂടുപടം. ഇത്രയും ഒറ്റ ബാച്ചായിട്ട് നമ്മളങ്ങ് പഠിക്കുന്നു. അടുത്ത് ക്ലിയോപാട്രയുടെ നാട്ടിൽ എന്ന് പറഞ്ഞ കൃതി എഴുതി. പാതിരാസൂര്യൻ്റെ നാട്ടിൽ എന്ന കൃതി എഴുതി. കാപ്പിരികളുടെ നാട്ടിൽ എന്ന കൃതി എഴുതി. 3 കൃതികൾ. ഇത് 3 ഒരുമിച്ച് പഠിക്കേണ്ടതാണ്. എല്ലാം ഇങ്ങനെ നാട്ടിൽ എന്നാണല്ലോ അവസാനിക്കുന്നത്. അപ്പോൾ ക്ലിയോപാട്രയുടെ നാട്ടിൽ, പാതിരാസൂര്യൻ്റെ നാട്ടിൽ, കാപ്പിരികളുടെ നാട്ടിൽ എസ് കെ പൊറ്റക്കാടിൻ്റെ കൃതികളാണ്. അടുത്തത് യൂറോപ്പിലൂടെ അന്തർവാഹിനി, വിഷകന്യക. നമ്മൾ നേരത്തെ പറഞ്ഞു കബീന. യൂറോപ്പിലൂടെ അന്തർവാഹിനി, വിഷകന്യക. ഈ പറയുന്ന ഈ 4 അടുത്തൊരു സെറ്റായിട്ട് അങ്ങ് പഠിക്കണം. കബീന എഴുതിയതാരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എസ് കെ പൊറ്റക്കാടാണ്. യൂറോപ്പിലൂടെ അന്തർവാഹിനി, വിഷകന്യക, കബീന. അപ്പോൾ ഒരു ദേശത്തിൻ്റെ കഥ,
ഒരു തെരുവിൻ്റെ കഥ, സിംഹഭൂമി, ബാലിദ്വീപ്, കുരുമുളക്, സ്ത്രീ, മൂടുപടം, പിന്നീട് പറഞ്ഞു ക്ലിയോപാട്രയുടെ നാട്ടിൽ, പാതിരാസൂര്യൻ്റെ നാട്ടിൽ, കാപ്പിരികളുടെ നാട്ടിൽ, യൂറോപ്പിലൂടെ, അന്തർവാഹിനി, വിഷകന്യക, കബീന. തീർന്നിട്ടില്ല, കുറച്ച് കൃതികളിലൂടെ ഉണ്ട്. അടുത്താണ് കെയ്റോ കത്തുകൾ. എസ്.കെ. പൊറ്റക്കാടിൻ്റെ കൃതിയാണ് കെയ്റോ കത്തുകൾ എന്ന് പറയുന്ന കൃതി. കെയ്റോ കത്തുകൾ, നൈൽ ഡയറി, സോവിയറ്റ് ഡയറി, ലണ്ടൻ നോട്ട്ബുക്ക്. കെയ്റോ കത്തുകൾ, നൈൽ ഡയറി, സോവിയറ്റ് ഡയറി, ലണ്ടൻ നോട്ട്ബുക്ക്. ഇദ്ദേഹം കവിതാ സമാഹാരങ്ങൾ എഴുതിയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ഒരു കവിതാ സമാഹാരമാണ് പ്രേമശില്പി എന്ന് പറയുന്നത്. പ്രേമശില്പി എന്ന് പറയുന്ന കവിതാ സമാഹാരം എഴുതിയിട്ടുണ്ട്. പ്രഭാത കാന്തി എന്ന പേരിലുണ്ട്. സഞ്ചാരിയുടെ ഗീതങ്ങൾ, 3 കവിതാ സമാഹാരങ്ങളെ ഓർത്തു വച്ചേക്കുക. പ്രേമശില്പി, പ്രഭാതകാന്തി, സഞ്ചാരിയുടെ ഗീതങ്ങൾ, ഇതെല്ലാം എസ്.കെ. പൊറ്റക്കാട് എഴുതിയ കവിതാ സമാഹാരങ്ങളാണ്. ഇനി അദ്ദേഹം ഒരു ആത്മകഥ എഴുതിയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ആത്മകഥയാണ് എൻ്റെ വഴിയമ്പലങ്ങൾ. എസ്.കെ. പൊറ്റക്കാടിൻ്റെ ആത്മകഥയാണ് എൻ്റെ വഴിയമ്പലങ്ങൾ എന്ന് പറയുന്നത്. എൻ്റെ വഴിയമ്പലങ്ങൾ അദ്ദേഹത്തിൻ്റെ ആത്മകഥയാണ്. എൻ്റെ വഴിയമ്പലങ്ങൾ എസ്.കെ. പൊറ്റക്കാടിൻ്റെ ആത്മകഥയാണ് എൻ്റെ വഴിയമ്പലങ്ങൾ. ഇത്രയും മനസ്സിലായെന്ന് കരുതുന്നു. ഇനി നമ്മൾ പറയാൻ പോകുന്നത് തകഴി ശിവശങ്കരപ്പിള്ളയാണ്. അതായത് ജ്ഞാനപീഠ പുരസ്കാരമാണ് നമ്മൾ പറഞ്ഞു തുടങ്ങിയത്. ജ്ഞാനപീഠ പുരസ്കാരം പറഞ്ഞു തുടങ്ങിയപ്പോൾ ആദ്യം ജ്ഞാനപീഠം ലഭിച്ചത് 1965 ജി ശങ്കരക്കുറുപ്പ്, രണ്ടാമത് 1980 എസ്.കെ. പൊറ്റക്കാട്, 1984 തകഴി ശിവശങ്കരപ്പിള്ള, 1995 എം.ടി. വാസുദേവൻ നായർ, ഇനി പറഞ്ഞ 2007 ഒ.എൻ.വി. കുറുപ്പ്, 2019 അക്കിത്തോ അച്യുതൻ നമ്പൂതിരി. ഇത്രയുമാണ് നമ്മൾ പറഞ്ഞത്. അതിൽ അതായത് ജി ശങ്കരക്കുറുപ്പ് പറഞ്ഞു, എസ്.കെ. പൊറ്റക്കാട് പറഞ്ഞു. നമ്മൾ അടുത്ത് പറയാൻ പോകുന്നത് തകഴിയെ പറ്റിയാണ്. തകഴി ശിവശങ്കരപ്പിള്ള. തകഴിയെ പ്രശസ്തനാക്കിയിട്ട കൃതിയാണ് തോട്ടിയുടെ മകൻ. തകഴി ശിവശങ്കരപ്പിള്ളയെ പ്രശസ്തനാക്കിയ കൃതിയാണ് തോട്ടിയുടെ മകൻ. ചലച്ചിത്രമാക്കിയ ആദ്യത്തെ കൃതിയാണ് രണ്ടിടങ്ങഴി. തകഴി എഴുതിയ കൃതികളിൽ ചലച്ചിത്രമാക്കിയ ആദ്യത്തെ കൃതി ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രണ്ടിടങ്ങഴിയാണ്. പിന്നെ അതിനുശേഷം പറയുകയാണ് ചെമ്മീൻ. അദ്ദേഹം ചെമ്മീൻ എഴുതിയത് 1956 ചെമ്മീന് സ്വർണ്ണ മെഡൽ ലഭിച്ചത് 65. ഇങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ ഇതിനെ പഠിക്കാനുള്ള എളുപ്പവിദ്യ മനസ്സിലാവും. ചെമ്മീൻ രചിച്ചത് 1956. കേരള സംസ്ഥാനം ഉണ്ടാകുമ്പോഴാണ് അദ്ദേഹം ചെമ്മീൻ രചിച്ചത്. ഈ 56 തിരിച്ചു വയ്ക്കുക, 5നെ 6 അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചു വയ്ക്കുമ്പോഴാണ് 65 ഉണ്ടാകുന്നത്. 65 ആയപ്പോൾ ചെമ്മീന് സ്വർണ്ണ മെഡൽ ലഭിക്കുകയുണ്ടായി. ചെമ്മീൻ രചിച്ചത് 1956, 56 തിരിച്ചു വയ്ക്കുക, അപ്പോൾ 65 ആവും. 65 ചെമ്മീൻ എന്ന സിനിമയ്ക്ക് രാഷ്ട്രപതിയിൽ നിന്നും സ്വർണ്ണ മെഡൽ ലഭിച്ചത്. ചെമ്മീൻ്റെ സംവിധായകൻ രാമു കാര്യാട്ടാണ്. ചെമ്മീൻ്റെ സംവിധായകൻ അറിയപ്പെടുന്നത് രാമു കാര്യാട്ടാണ്, ചെമ്മീൻ സിനിമയുടെ സംവിധായകൻ. ഏറ്റവും കൂടുതൽ ഭാഷകളിലേക്ക് തർജ്ജമ ചെയ്ത മലയാള നോവൽ ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ചെമ്മീനാണ്. ഏറ്റവും കൂടുതൽ ഭാഷകളിലേക്ക് തർജ്ജമ ചെയ്ത മലയാള നോവൽ ചെമ്മീനാണ്. ഏറ്റവും കൂടുതൽ ഭാഷകളിലേക്ക് തർജ്ജമ ചെയ്ത മലയാള നോവൽ. മലയാളത്തിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ നോവൽ ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കയറാണ്. തകഴി എഴുതിയ കയറാണ് ഏറ്റവും വലിയ രണ്ടാമത്തെ നോവൽ. മലയാളത്തിലെ ഏറ്റവും വലിയ നോവൽ ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് അവകാശികളാണ്. മലയാളത്തിലെ ഏറ്റവും വലിയ നോവൽ എന്നറിയപ്പെടുന്ന അവകാശികളാണ്. വിലാസിനിയാണ് അത് എഴുതിയത്. വിലാസിനി എഴുതിയ അവകാശികളാണ് മലയാളത്തിലെ ഏറ്റവും വലിയ നോവൽ. മലയാളത്തിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ നോവലാണ് ചോദിക്കുന്നതെങ്കിൽ അത് കയറാണ്. ജന്മിത്വത്തിൻ്റെ ഇരുണ്ട വശങ്ങൾ തുറന്നു കാണിച്ച തകഴിയുടെ കൃതിയാണ് ചോദിക്കുന്നതെങ്കിൽ രണ്ടിടങ്ങഴിയാണ്. ജന്മിത്വത്തിൻ്റെ ഇരുണ്ട വശങ്ങൾ തുറന്നു കാണിച്ച തകഴിയുടെ കൃതിയാണ് രണ്ടിടങ്ങഴി. പുന്നപ്ര വയലാർ സമരം പശ്ചാത്തലമാക്കി തകഴി എഴുതിയ കൃതിയാണ് തലയോടെന്ന് പറയുന്ന കൃതി. പുന്നപ്ര വയലാർ സമരം പശ്ചാത്തലമാക്കി തകഴി എഴുതിയ കൃതിയാണ് തലയോട്. പുന്നപ്ര വയലാർ സമരം പശ്ചാത്തലമാക്കി തകഴി എഴുതിയ കൃതിയാണ് തലയോടെന്ന് പറയുന്നത്. തലയോട്. ഇനി സാഹിത്യ പ്രവർത്തക സഹകരണ സംഘം എന്ന് പറയുന്ന സ്ഥാപനം പ്രസിദ്ധീകരിച്ച ആദ്യ കൃതിയുടെ പേര് തകഴിയുടെ കൃതികൾ എന്നാണ്. സാഹിത്യ പ്രവർത്തക സഹകരണ സംഘം പ്രസിദ്ധീകരിച്ച ആദ്യ കൃതി, ആ കൃതിയുടെ പേര് തകഴിയുടെ കൃതികൾ എന്നാണ്. സർ C.P. രാമസ്വാമി അയ്യർ കഥാപാത്രമായി വരുന്ന തകഴിയുടെ ഒരു നോവലുണ്ട്, അതാണ് ഏണിപ്പടികൾ. സർ C.P. രാമസ്വാമി അയ്യർ കഥാപാത്രമായി വരുന്ന തകഴിയുടെ കൃതിയാണ് ഏണിപ്പടികൾ. അതായത് സെക്രട്ടേറിയറ്റ് പശ്ചാത്തലത്തിലാണ് ഈ ഏണിപ്പടികൾ തകഴി തയ്യാറാക്കിയിരിക്കുന്നത്. സർ C.P. രാമസ്വാമി അയ്യർ കഥാപാത്രമായി വരുന്ന തകഴിയുടെ കൃതിയാണ് ഏണിപ്പടികൾ. തകഴി കേരള മോപ്പസാങ് എന്ന് വിളിക്കുന്ന തകഴിയാണ്. കേരള മോപ്പസാങ് എന്നാണ് തകഴിയെ വിശേഷിപ്പിക്കുന്നത്. കേരള മോപ്പസാങ് എന്ന് വിളിക്കുന്നത് തകഴിയാണ്. ഇവിടെ നമ്മൾ പറഞ്ഞത് സാഹിത്യ പ്രവർത്തക സഹകരണ സംഘം പ്രസിദ്ധീകരിച്ച ആദ്യത്തെ കൃതി
തകഴിയുടെ കൃതികളാണ്. CP രാമസ്വാമി അയ്യർ കഥാപാത്രമായി വരുന്ന തകഴിയുടെ കൃതി ഏണിപ്പടികളാണ്. കേരള മോപ്പസാങ് എന്നറിയപ്പെടുന്നത് തകഴിയാണ്. ഇനി തകഴിക്ക് 1985 പത്മഭൂഷൺ ലഭിക്കുകയുണ്ടായി. 1985 തകഴിക്ക് പത്മഭൂഷൺ ലഭിച്ചു. തകഴിക്ക് ആത്മകഥാപരമായിട്ടുള്ള അല്ലെങ്കിൽ ഒന്നിൽ കൂടുതൽ ആത്മകഥകൾ അദ്ദേഹം എഴുതിയിട്ടുണ്ട്. ഒന്ന് എൻ്റെ വക്കീൽ ജീവിതം എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ ഒരു ആത്മകഥയാണ്. മറ്റൊന്ന് ഓർമ്മയുടെ തീരങ്ങളിൽ. നേരത്തെ ജി ശങ്കരക്കുറുപ്പിൻ്റെ ആത്മകഥ പറഞ്ഞു ഓർമ്മയുടെ ഓളങ്ങളിൽ എന്നുള്ളതായിരുന്നു ജി ശങ്കരക്കുറുപ്പിൻ്റെ ആത്മകഥ. ഓർമ്മയുടെ ഓളങ്ങളിൽ എന്നുള്ളതാണ്. ഓർമ്മയുടെ ഓളങ്ങളിൽ എന്നുള്ളത് ജി ശങ്കരക്കുറുപ്പിൻ്റെ ആത്മകഥയാണ്. ഇവിടെ നമ്മൾ പറയുന്നത് തകഴിയുടെ ആത്മകഥ ഓർമ്മയുടെ തീരങ്ങളിൽ. ഈ താ എന്ന് പറയുന്ന അക്ഷരം മനസ്സിലുണ്ടായിരിക്കണം. തകഴിയുടെ ആത്മകഥ ചോദിക്കുമ്പോൾ തകഴി എന്ന് പറയുന്നതിൻ്റെ ആദ്യത്തെ അക്ഷരമായ താ നമ്മുടെ മനസ്സിലുണ്ട്. താ. അപ്പം ഈ തായിൽ നിന്നും തീ എന്ന് പറയുന്ന അക്ഷരത്തിലേക്ക് പോകണം. തീ, താ, തീ, താ, തീ, താ, തീ എന്ന് പറഞ്ഞ് തായിൽ നിന്നും നേരെ തീയിലേക്ക് പോകണം. താ, തീ, താ, തീ, താ, തീ. അങ്ങനെ തായിൽ നിന്ന് തീയിലേക്ക് പോകുമ്പോൾ തീരങ്ങളിൽ എന്ന് പറയുന്ന വാക്കിലേക്ക് ചെന്നെത്താനായിട്ട് പറ്റും. അപ്പോൾ ഓർമ്മയുടെ തീരങ്ങളിൽ എന്നുള്ള പുസ്തകം എഴുതിയത് തകഴിയാണ്. മരുമക്കത്തായത്തിൻ്റെ തകർച്ച പ്രതിപാദിക്കുന്ന തകഴിയുടെ കൃതിയാണ് എൻ്റെ വക്കീൽ ജീവിതം. മരുമക്കത്തായത്തിൻ്റെ തകർച്ച പ്രതിപാദിക്കുന്ന തകഴിയുടെ കൃതിയാണ് എൻ്റെ വക്കീൽ ജീവിതം എന്ന് പറയുന്നത്. ഇനി തകഴി എഴുതിയ പ്രധാനപ്പെട്ട കൃതികളാണ് പറയാൻ പോകുന്നത്. 4 പെണ്ണുങ്ങൾ എഴുതിയ തകഴിയാണ്. വെള്ളപ്പൊക്കത്തിൽ, കയർ, ഏണിപ്പടികൾ, അവൻ്റെ സ്മരണകൾ, പുന്നപ്ര വയലാറിന് ശേഷം. ഒന്നുകൂടെ പറയാം. 4 പെണ്ണുങ്ങൾ, വെള്ളപ്പൊക്കത്തിൽ, കയർ, ഏണിപ്പടികൾ, അവൻ്റെ സ്മരണകൾ, പുന്നപ്ര വയലാറിന് ശേഷം. അടുത്തത് ഒരു എരിഞ്ഞടങ്ങൽ, അദ്ദേഹത്തിൻ്റെ മറ്റൊരു കൃതിയാണ്. ഒരു എരിഞ്ഞടങ്ങൽ, എൻ്റെ ബാല്യകാല കഥ, അനുഭവങ്ങൾ, പാളിച്ചകൾ, ചുക്ക്, എൻ്റെ ഉള്ളിലെ കടൽ, ആകാശം. അപ്പോൾ 4 പെണ്ണുങ്ങൾ, വെള്ളപ്പൊക്കത്തിൽ, കയർ, ഏണിപ്പടികൾ, അവൻ്റെ സ്മരണകൾ, പുന്നപ്ര വയലാറിന് ശേഷം, ഒരു എരിഞ്ഞടങ്ങൽ, എൻ്റെ ബാല്യകാല കഥ, അനുഭവങ്ങൾ, പാളിച്ചകൾ, ചുക്ക്, എൻ്റെ ഉള്ളിലെ കടൽ, ആകാശം. ഇത്രയും അദ്ദേഹത്തിൻ്റെ തകഴിയെക്കുറിച്ചുള്ള കാര്യങ്ങളാണ് നമ്മൾ സംസാരിച്ചത്. ഇനി നമ്മൾ സംസാരിക്കാൻ പോകുന്നത് MD വാസുദേവൻ നായരെക്കുറിച്ചാണ്. MD വാസുദേവൻ നായർക്ക് 1995 1995 ജ്ഞാനപീഠ പുരസ്കാരം MD വാസുദേവൻ നായർക്ക് ലഭിച്ചത് നമ്മൾ നേരത്തെ പഠിച്ചതാണ്. 1995 ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ചു. ഭാരതപ്പുഴയുടെ തീരത്തുള്ള കൂടല്ലൂർ എന്ന് പറയുന്ന ഗ്രാമത്തിലാണ് അദ്ദേഹം ജനിച്ചത്. അതുകൊണ്ട് തന്നെ കൂടല്ലൂരിൻ്റെ കഥാകാരൻ എന്നറിയപ്പെടുന്നത് MG ആണ്. ഭാരതപ്പുഴയുടെ തീരത്തുള്ള കൂടല്ലൂർ എന്ന ഗ്രാമത്തിലാണ് ജനിച്ചത്. 2013 JC ഡാനിയൽ പുരസ്കാരം ലഭിച്ചു. മലയാള സിനിമാ മേഖലയിൽ നൽകുന്ന ഏറ്റവും ഉയർന്ന പുരസ്കാരമാണ് JC ഡാനിയൽ പുരസ്കാരം. സിനിമാ മേഖലയുമായി ബന്ധപ്പെട്ട പുരസ്കാരമാണ് JC ഡാനിയൽ എന്ന് പറയുന്നത്. അതായത് മലയാള സിനിമയുടെ പിതാവാണ് ആര്? JC ഡാനിയൽ. മലയാള സിനിമയുടെ പിതാവാണ് JC ഡാനിയൽ. സിനിമാ മേഖലയിൽ നൽകുന്ന ഏറ്റവും ഉയർന്ന പുരസ്കാരമാണ് JC ഡാനിയൽ അവാർഡ്. MD വാസുദേവൻ നായർക്ക് JC ഡാനിയൽ പുരസ്കാരം ലഭിച്ചത് 2013. ലോക ചെറുകഥാ മത്സരത്തിൽ 1ാം സ്ഥാനം ലഭിച്ച MDയുടെ ചെറുകഥയാണ് വളർത്തുമൃഗങ്ങൾ. നല്ല ഒരു ചോദ്യമാണ്. ലോക ചെറുകഥാ മത്സരത്തിൽ 1ാം സ്ഥാനം ലഭിച്ച MDയുടെ ചെറുകഥയുടെ പേരാണ് വളർത്തുമൃഗങ്ങൾ. ഇനി MD വാസുദേവൻ നായർ NB മുഹമ്മദുമായിട്ട് ചേർന്ന് എഴുതിയൊരു നോവലാണ് അറബിപ്പൊന്ന് എന്ന് പറയുന്നത്. അറബിപ്പൊന്ന്. MD വാസുദേവൻ നായരും NB മുഹമ്മദും ചേർന്ന് രചിച്ച നോവലാണ് അറബിപ്പൊന്ന്. അദ്ദേഹം MD വാസുദേവൻ നായർ ആദ്യം സംവിധാനം ചെയ്ത സിനിമയാണ് നിർമാല്യം. MD വാസുദേവൻ നായർ ആദ്യം സംവിധാനം ചെയ്ത സിനിമയാണ് നിർമാല്യം എന്ന സിനിമ. ഇനി 1985 ഇദ്ദേഹത്തിന് 2-ാം ഊഴം എന്ന കൃതിക്ക് വയലാർ അവാർഡ് ലഭിച്ചു. 1985 2-ാം ഊഴം എന്ന കൃതിക്ക് വയലാർ അവാർഡ് ലഭിച്ചു. ഭീമൻ കേന്ദ്ര കഥാപാത്രമായി വരുന്ന നോവലാണ് 2-ാം ഊഴം. 86 ഇദ്ദേഹത്തിന് കേരള സാഹിത്യ അക്കാദമി അവാർഡും ലഭിച്ചു. 85 വയലാർ അവാർഡ് ലഭിച്ചു. 86 കേരള സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ചു. 2004 പത്മഭൂഷൺ പുരസ്കാരം ലഭിച്ചു. 2011 എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചു. 2004 പത്മഭൂഷൺ പുരസ്കാരവും 2011 എഴുത്തച്ഛൻ പുരസ്കാരവും ലഭിച്ചു. ഇദ്ദേഹത്തിൻ്റെ യാത്രാ വിവരണങ്ങളാണ് മനുഷ്യർ നിഴലുകൾ, ഒരു യാത്രാ വിവരണം. മറ്റൊന്ന് ആൾക്കൂട്ടത്തിൽ തനിയെ.
എം ടി വാസുദേവൻ നായരുടെ യാത്രാ വിവരണങ്ങളാണ് മനുഷ്യർ നിഴലുകൾ, മറ്റൊന്ന് ആൾക്കൂട്ടത്തിൽ തനിയെ എന്നുള്ളത്. ഇനി എം ടിയുടെ കൃതികളാണ് പറയാൻ പോകുന്നത്. എം ടി വാസുദേവൻ നായരുടെ കൃതികളാണ്. അത് അത്യാവശ്യം എം ടിയുടെ കൃതികളൊക്കെ സ്കൂൾ ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുള്ളതായിരിക്കും, അല്ലെങ്കിൽ പേര് കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാവും ആരുടേതാണ് എം ടി. ഇപ്പോൾ അസുരവിത്ത് എഴുതിയ എം ടി ആണെന്ന് നമുക്കറിയാം. കാലം എം ടിയുടെ കൃതിയാണ്. മഞ്ഞ് എം ടിയുടേതാണ്. നാലുകെട്ട് ഓളവും തീരവും. അസുരവിത്ത്, കാലം, മഞ്ഞ്, നാലുകെട്ട്, ഓളവും തീരവും എം ടി വാസുദേവൻ നായരുടെ കൃതികളാണ്. അസുരവിത്ത്, കാലം, മഞ്ഞ്, നാലുകെട്ട്, ഓളവും തീരവും. അടുത്ത നിൻ്റെ ഓർമ്മയ്ക്ക്, രണ്ടാം ഊഴം സംസാരിച്ചതാണ്, തൊട്ട് മുൻപ് സംസാരിച്ചതാണ്. രണ്ടാം ഊഴം. കളി വീട്, ഇരുട്ടിൻ്റെ ആത്മാവ്, കിളിവാതിലിലൂടെ. ഒന്നേന്ന് പറയുകയാണ്. അസുരവിത്ത്, കാലം, മഞ്ഞ്, നാലുകെട്ട്, ഓളവും തീരവും. നിൻ്റെ ഓർമ്മയ്ക്ക്, രണ്ടാം ഊഴം, കളിവീട്, ഇരുട്ടിൻ്റെ ആത്മാവ്, കിളിവാതിലിലൂടെ. അടുത്തത് വാരാണസി, പരിണയം, പതനം, വാരിക്കുഴി, വാനപ്രസ്ഥം. ഇതെല്ലാം എഴുതിയ എം ടി ആണ്. അസുരവിത്ത്, കാലം, മഞ്ഞ്, നാലുകെട്ട്, ഓളവും തീരവും. നിൻ്റെ ഓർമ്മയ്ക്ക്, രണ്ടാം ഊഴം, കളിവീട്, ഇരുട്ടിൻ്റെ ആത്മാവ്, കിളിവാതിലിലൂടെ. വാരാണസി, പരിണയം, പതനം, വാരിക്കുഴി, വാനപ്രസ്ഥം. പിന്നെ ഒരു ചെറുപുഞ്ചിരി ഇദ്ദേഹത്തിൻ്റെ ഒരു കൃതിയാണ്. ഒരു ചെറുപുഞ്ചിരി. അടുത്തത് പാതിരാവും പകൽ വെളിച്ചവും. ഒരു ചെറുപുഞ്ചിരി, പാതിരാവും പകൽ വെളിച്ചവും. തീർന്നിട്ടില്ല. അതുകൂടാതെ എം ടി എഴുതിയതാണ് എന്ന് സ്വന്തം ജാനകിക്കുട്ടി. എന്ന് സ്വന്തം ജാനകിക്കുട്ടിയൊക്കെ പിന്നീട് സിനിമയായി മലയാളത്തിൽ. എന്ന് സ്വന്തം ജാനകിക്കുട്ടി, ഡാറസ്സലാം. എന്ന് സ്വന്തം ജാനകിക്കുട്ടി, ഡാറസ്സലാം, ബന്ധനം. എം ടിയുടെ കൃതിയാണ് ബന്ധനം. സുഹൃതം, അമ്മയ്ക്ക് ഗോപുരനടയിൽ. എന്ന് സ്വന്തം ജാനകിക്കുട്ടി, ഡാറസ്സലാം, ബന്ധനം, സുഹൃതം, അമ്മയ്ക്ക് ഗോപുരനടയിൽ. ഇതെല്ലാം എം ടിയുടെ കൃതികളാണ്. എം ടി എഴുതിയ കഥകൾ കൂടി പറഞ്ഞു പോകാം. എം ടിയുടെ കഥയാണ് പെരുമഴയുടെ പിറ്റേന്ന് എന്ന കഥ എഴുതിയ എം ടി ആണ്. പിന്നെ കൽപ്പാന്തം, കാഴ്ച, കുപ്പായം, ശിലാലിഖിതം, വിൽപ്പന, കർക്കിടകം, വിത്തുകൾ, ഓപ്പോൾ, വേദനയുടെ പൂക്കൾ, വെയിലും നിലാവും, പതനം. ഇതെല്ലാം എഴുതിയത് എം ടി ആണ്. ഒരു തവണ കൂടി ആ കഥകൾ മാത്രം പറയാം. പെരുമഴയുടെ പിറ്റേന്ന്, കൽപ്പാന്തം, കാഴ്ച, കുപ്പായം, ശിലാലിഖിതം, വിൽപ്പന, കർക്കിടകം, വിത്തുകൾ, ഓപ്പോൾ, വേദനയുടെ പൂക്കൾ, വെയിലും നിലാവും, പതനം. ഇതെല്ലാം എം ടിയുടെ കൃതികളാണ്. നമ്മളടുത്ത് പറയുന്ന ONV കുറുപ്പിനെ കുറിച്ചാണ്. ONV കുറുപ്പിന് ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ചത് നേരത്തെ നമ്മൾ സംസാരിച്ചു. വീണ്ടും പറയുന്നു, 2000. ONV കുറുപ്പിന് ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ചത് 2007 ഒറ്റപ്ലാക്കൽ നമ്പിയാടിക്കൽ വേലുക്കുറുപ്പ് എന്നാണ് അദ്ദേഹത്തിൻ്റെ പൂർണ്ണമായിട്ടുള്ള പേര്. ONV കുറുപ്പിൻ്റെ പൂർണ്ണമായിട്ടുള്ള പേര് ഒറ്റപ്ലാക്കൽ നമ്പിയാടിക്കൽ വേലുക്കുറുപ്പ്. അദ്ദേഹം രചിച്ചതിൽ പ്രസിദ്ധീകരിച്ച ആദ്യ കൃതിയുടെ പേര് മുന്നോട്ടെന്നാണ്. ആദ്യത്തെ കവിതാ സമാഹാരത്തിൻ്റെ പേര് പൊരുതുന്ന സൗന്ദര്യം എന്നാണ്. പ്രസിദ്ധീകരിച്ച ആദ്യ കൃതി മുന്നോട്ട്, ആദ്യ കവിതാ സമാഹാരം പൊരുതുന്ന സൗന്ദര്യം. കേരള സാഹിത്യ അക്കാദമി അവാർഡിന് അർഹമായ അദ്ദേഹത്തിൻ്റെ കൃതിയാണ് അഗ്നിശലഭങ്ങൾ. 1971 അവാർഡ് ലഭിച്ചത്. ONV കുറുപ്പിന് കേരള സാഹിത്യ അക്കാദമി അവാർഡിന് അർഹമായ കൃതിയാണ് അഗ്നിശലഭങ്ങൾ. 1971 ലഭിച്ചു. കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡിന് അർഹമായ കൃതിയാണ് അക്ഷരം. 1975 ലഭിച്ചു. കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് 1975 അക്ഷരം എന്ന കൃതിക്കാണ്. കേരള സാഹിത്യ അക്കാദമി അവാർഡ് അഗ്നിശലഭങ്ങൾ എന്ന കൃതിക്ക് 1971 അദ്ദേഹത്തിന് ലഭിക്കുകയുണ്ടായി. ഇനി അദ്ദേഹത്തിന് വയലാർ അവാർഡ് ലഭിച്ചിട്ടുണ്ട്. അത് 1982 വയലാർ അവാർഡ് ലഭിക്കുന്നത്. 2007 എഴുത്തച്ഛൻ പുരസ്കാരം ലഭിക്കുന്നു. അദ്ദേഹത്തിന് പ്രധാനപ്പെട്ട കൃതികൾ പറയാം. മയിൽപീലി, വളപ്പൊട്ടുകൾ, ഓർമ്മയുടെ നിലാക്കീറുകൾ, ജ്ഞാനാഗ്നി, അഗ്നിശലഭങ്ങൾ, വെറുതെ, ക്ഷണികം പക്ഷേ, മരുഭൂമി, ഭൂമിക്കൊരു ചരമഗീതം, ദാഹിക്കുന്ന പാനപാത്രം. തീർന്നിട്ടില്ല, ഞാനോട് അല്പ വേഗതയിൽ സംസാരിച്ച് പോവുകയാണ്. മയിൽപീലി എന്ന് പറയുന്ന കൃതി എഴുതിയത് ONV കുറുപ്പാണ്. മയിൽപീലി. വളപ്പൊട്ടുകൾ, ഓർമ്മയുടെ നിലാക്കീറുകൾ, ജ്ഞാനാഗ്നി, അഗ്നിശലഭങ്ങൾ, വെറുതെ, ക്ഷണികം പക്ഷേ, മരുഭൂമി, ഭൂമിക്കൊരു ചരമഗീതം,
ദാഹിക്കുന്ന പാനപാത്രം. ONV മറ്റ് കൃതികളാണ് മൃഗയ. ഈ പറഞ്ഞിരിക്കുന്ന മൂന്നും ഏതാണ്ട് സിനിമാ പേരുകളാണ്. മൃഗയ എന്ന് പറയുന്ന പേരിൽ സിനിമയുണ്ട്. മൃഗയ മമ്മൂട്ടിയുടെ സിനിമയാണ്. പാഥേയം മമ്മൂട്ടിയുടെ സിനിമയാണ്. അക്ഷരം സുരേഷ് ഗോപിയുടെ സിനിമയാണ്. അപ്പോൾ ഇത് മൂന്നും സിനിമാ പേരുകളുമായി ബന്ധപ്പെട്ടാണെന്ന് വിചാരിച്ചാൽ പോലും പഠിക്കാൻ പറ്റും. മൃഗയ, പാഥേയം, അക്ഷരം ഈ 3 കൃതികളും എഴുതിയത് ONV കുറുപ്പാണ്. മൃഗയ, പാഥേയം, അക്ഷരം. അടുത്ത് ഉപ്പ് ONVയുടെ കൃതിയാണ്. ഉപ്പ്. അരിവാളും രാക്കുയിലും ഭൈരവൻ്റെ തുടി ഇതെല്ലാം ONV കുറുപ്പ് രചിച്ച കൃതികളാണ്. അവസാനമായിട്ട് നമ്മൾ പറയുന്നു, ഞാനിവിടെ പുരസ്കാര ജേതാക്കളായ മലയാളികളിൽ അവസാനമായിട്ട് ഇന്ന് സംസാരിക്കുന്നത് അക്കിത്തം അച്യുതൻ നമ്പൂതിരിയെക്കുറിച്ചാണ്. 2019 അദ്ദേഹത്തിന് ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ചത്. 2019 അക്കിത്തം അച്യുതൻ നമ്പൂതിരിക്ക് ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ചത്. 1946 മുതൽ 3 വർഷം ഉണ്ണി നമ്പൂതിരിയുടെ പ്രസാധകരായിരുന്നു. VT ഭട്ടതിരിപ്പാടിൻ്റെ ഒരു പ്രസിദ്ധീകരണമാണ് ഉണ്ണി നമ്പൂതിരി. ഉണ്ണി നമ്പൂതിരിയുടെ പ്രസാധകരായി ജോലി നോക്കിയിരുന്ന ജ്ഞാനപീഠ ജേതാവാരെന്ന് ചോദിച്ചാൽ അക്കിത്തം അച്യുതൻ നമ്പൂതിരിയാണ്. യോഗക്ഷേമ സഭ, മംഗളോദയം എന്നിവയുടെ സഹപത്രാധിപരുമായിരുന്നു. യോഗക്ഷേമ സഭ, മംഗളോദയം എന്നിവയുടെ സഹപത്രാധിപർ. കേരള സാഹിത്യ അക്കാദമി അവാർഡിൽ ബലിദർശനം എന്ന കൃതിക്കാണ് ലഭിച്ചത് 1972. അക്കിത്തം അച്യുതൻ നമ്പൂതിരിയുടെ ബലിദർശനം എന്ന കൃതിക്ക് 1972 അദ്ദേഹത്തിന് കേരള സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ചു. 1973 അദ്ദേഹത്തിന് കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ചു. 1974 അദ്ദേഹത്തിന് ഓടക്കുഴൽ അവാർഡ് ലഭിച്ചു. അപ്പോൾ കേരള സാഹിത്യ അക്കാദമി അവാർഡ്, കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ്, ഓടക്കുഴൽ അവാർഡ് അടുത്തടുത്ത വർഷങ്ങളിലാണ്. അതായത് 72 കേരള സാഹിത്യ അക്കാദമി അവാർഡ്, 73 കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ്, 74 ഓടക്കുഴൽ അവാർഡ്. അദ്ദേഹത്തിന് പത്മപ്രഭ പുരസ്കാരം ലഭിച്ചത് 2002. അദ്ദേഹത്തിന് പത്മശ്രീ ലഭിച്ചത് 2017. അക്കിത്തം അച്യുതൻ നമ്പൂതിരിക്ക് പത്മശ്രീ ലഭിച്ചത് 2017. നമ്മൾ അക്കിത്തം അച്യുതൻ നമ്പൂതിരിയുടെ കൃതികളാണ് സംസാരിക്കുന്നത്. 20-ാം നൂറ്റാണ്ടിൻ്റെ ഇതിഹാസം വളരെ പ്രധാനപ്പെട്ട ഒരു പുസ്തകം. 20-ാം നൂറ്റാണ്ടിൻ്റെ ഇതിഹാസം. ഈ 20-ാം നൂറ്റാണ്ടിൻ്റെ ഇതിഹാസം എന്ന കൃതിയിലാണ് അക്കിത്തം പറയുന്നത്, വെളിച്ചം ദുഃഖമാണുണ്ണി തമസല്ലോ സുഖപ്രദം എന്ന വരികൾ. വെളിച്ചം ദുഃഖമാണുണ്ണി തമസല്ലോ സുഖപ്രദം എന്ന വരികൾ 20-ാം നൂറ്റാണ്ടിൻ്റെ ഇതിഹാസം എന്ന കൃതിയിലുള്ളതാണ്. അപ്പോൾ അത് ഓർത്തു വച്ചേക്കണം. വെളിച്ചം ദുഃഖമാണുണ്ണി തമസല്ലോ സുഖപ്രദം. പിന്നെ വെണ്ണക്കല്ലിൻ്റെ കഥ എഴുതിയത് അക്കിത്തമാണ്. ബലിദർശനം, പണ്ടത്തെ മേൽശാന്തി, മനസാക്ഷിയുടെ പൂക്കൾ, നിമിഷ ക്ഷേത്രം, പഞ്ചവർണ്ണക്കിളി, അരങ്ങേറ്റം, മധുവിധു, ഒരു കുലമുന്തിരിങ്ങ. ഇപ്പോൾ 20-ാം നൂറ്റാണ്ടിൻ്റെ ഇതിഹാസം, വെണ്ണക്കല്ലിൻ്റെ കഥ, ബലിദർശനം, പണ്ടത്തെ മേൽശാന്തി, മനസാക്ഷിയുടെ പൂക്കൾ, നിമിഷക്ഷേത്രം, പഞ്ചവർണ്ണക്കിളി, അരങ്ങേറ്റം, മധുവിധു, ഒരു കുലമുന്തിരിങ്ങ. പിന്നെ തീർന്നിട്ടില്ല, ഇടിഞ്ഞു പൊളിഞ്ഞ ലോകം എഴുതിയത് അക്കിത്തമാണ്. ഇടിഞ്ഞു പൊളിഞ്ഞ ലോകം. അമൃതഗാഥിക അക്കിത്തം എഴുതിയ കൃതിയാണ്. അമൃതഗാഥിക എന്ന് പറയുന്ന അമൃതഗാഥിക. അപ്പോൾ ഇത്രയുമാണ് ഈ വീഡിയോയിൽ സംസാരിക്കാനുണ്ടായിരുന്നത്. നമ്മൾ സംസാരിച്ചത് ജ്ഞാനപീഠ പുരസ്കാരം നേടിയ മലയാളികളെക്കുറിച്ചായിരുന്നു. ജ്ഞാനപീഠ പുരസ്കാരം നേടിയ ആദ്യത്തെ മലയാളി ആരെന്ന് ചോദിച്ചാൽ ജി ശങ്കരക്കുറുപ്പാണ്. രണ്ടാമത്തെ മലയാളി ചോദിച്ചു കഴിഞ്ഞാൽ SK പൊറ്റക്കാടാണ്. മൂന്നാമത്തെ മലയാളിയെ ചോദിക്കുകയാണെങ്കിൽ അത് തകഴി ശിവശങ്കരപിള്ളയാണ്. നാലാമത്തെ ആൾ ആരാണെന്ന് ചോദിക്കുക MD വാസുദേവൻ നായരാണ്. അഞ്ചാമത്തെ ആൾ ONV കുറുപ്പാണ്. ആറാമത്തെ മലയാളി, ജ്ഞാനപീഠ പുരസ്കാരം നേടിയ ആറാമത്തെ മലയാളി അക്കിത്തം അച്യുതൻ നമ്പൂതിരിയാണ്. ഇത്രയും കാര്യം ഈ പ്രധാനപ്പെട്ട 6 എഴുത്തുകാരെക്കുറിച്ച് നമ്മൾ സംസാരിച്ചു. ഈ എഴുത്തുകാരുടെ കൃതികളെപ്പറ്റിയും നമ്മൾ സംസാരിച്ചു, അതിൻ്റെ പ്രത്യേകതകളും സംസാരിച്ചു. അടുത്ത് മറ്റൊരു ചോദ്യവും അനുബന്ധ വിവരങ്ങളും ആയിട്ട് അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. താങ്ക് യു.